ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് വീഡിയോയിലൂടെ പഴുത്ത ഏത്തയ്ക്ക വെച്ച് ഇങ്ങനെ ഒരു അടിപൊളി കുഴക്കട്ട ഉണ്ടാക്കിയെടുക്കാമെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരുപാട് പഴുത്ത ഏത്തയ്ക്ക, അതായത് കളർ മാറി തുടങ്ങിയ ഏത്തയ്ക്കൊന്നും അധികം ആരും അങ്ങനെ കഴിക്കത്തില്ല, പ്രത്യേകിച്ച് കുട്ടികൾക്ക് തീരെ ഇഷ്ടമല്ല. എന്നാൽ അത് നമുക്ക് എടുത്ത് കളയേണ്ടി വരും. ഇനി തൊട്ട് അങ്ങനെയൊന്നും ചെയ്യണ്ട, നമുക്കത് വെച്ച് അടിപൊളി പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു 4 മണി പലഹാരം ഉണ്ടാക്കാം. അപ്പോൾ അതെങ്ങനെയാന്ന് നോക്കാം. അതിന് ഞാനിവിടെ ഒരു 3 ഏത്തയ്ക്കയാണ് എടുത്തിരിക്കുന്നത്. ഇതുപോലെ നല്ല പഴുത്ത ഏത്തയ്ക്കയാണിത്. കുട്ടികൾക്ക് ഇവിടെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും, അതിൻ്റെ തൊലിയുടെ കളറൊക്കെ കണ്ടോ, കറുത്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നല്ല പഴുത്ത 3 ഏത്തയ്ക്ക എടുക്കുക. അതിനുശേഷം നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതിൻ്റെ തലപ്പ് രണ്ടും ഒന്ന് കട്ട് ചെയ്ത് വന്നിട്ട് നടുക്കത്തെ ഭാഗത്ത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത്, ഇതിൻ്റെ സൈസ് വലുതാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ചെറുതാക്കി എടുക്കുക. ഓക്കെ, ഇനി നമുക്കിതൊന്ന് ആവി വെച്ച് പുഴുങ്ങിയെടുക്കേണ്ടതാണ്. ഓക്കെ, ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് സ്റ്റൗ ഓഫ് ചെയ്യാം. എന്നിട്ട് ഇതിൻ്റെ ചൂടൊന്ന് മാറുമ്പോൾ നമുക്ക് ഇതിൻ്റെ തൊലി ഒന്ന് പൊളിച്ച് കളയേണ്ടതാണ്. അപ്പോൾ ചൂടൊന്ന് മാറിയതിന് ശേഷം നിങ്ങൾ തൊലി ഇതുപോലെ ഒന്ന് പൊളിച്ച് കളയാം. എന്നിട്ട് ഇത് രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്യാം. എന്നിട്ട് ഇതിനകത്തുള്ള ആ കുരു ഉണ്ടല്ലോ, അത് ജസ്റ്റ് നമുക്കൊന്ന് റിമൂവ് ചെയ്യാം. അപ്പോൾ ഇത് റിമൂവ് ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. റിമൂവ് ചെയ്യാന്നുണ്ടെങ്കിൽ നമ്മൾ കുഴക്കുമ്പോൾ നമുക്ക് സ്മൂത്തായിട്ട് കിട്ടുന്നതായിരിക്കും. അതുകൊണ്ടാണ് ഇത് റിമൂവ് ചെയ്യുന്നത്. ഓക്കെ, അത് റിമൂവ് ചെയ്തു. ഇനി നമുക്കിത് ഏതെങ്കിലും ഒരു പൊട്ടറ്റോ സ്മാഷർ ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് സ്മാഷ് ചെയ്തെടുക്കാം. ഓക്കെ, ഇത്തരത്തിലെല്ലാം ഒന്ന് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത്. അത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പ്, ഞാനിവിടെ 1/4 ടീസ്പൂൺ ഉപ്പാണ് എടുത്തിരിക്കുന്നത്. ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്ക് ഒന്ന് കുഴച്ചെടുക്കേണ്ടതാണ്. അപ്പം ഈ ഗോതമ്പ് പൊടിയുടെ അളവെന്ന് പറയുന്നത് നിങ്ങൾ എടുത്തിരിക്കുന്ന ഏത്തക്കയിലെ ജലാംശത്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പം നല്ല ജലാംശമുള്ള ഏത്തക്കയാണ് നിങ്ങൾ എടുത്തിരിക്കുന്നതെങ്കിൽ ചിലപ്പോൾ ഈ പൊടിയുടെ അളവ് കൂടിയെന്ന് വരിക്കാം. എന്നാൽ അധികം ജലാംശം ഇല്ലെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ എടുത്ത അത്രയും അളവിന് ചിലപ്പോൾ ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കേണ്ടതുമായിട്ടും വരത്തില്ല. അപ്പം നിങ്ങൾ കുറേശ്ശെ ഗോതമ്പ് പൊടി ചേർത്ത് കൊടുത്ത് ഇതൊന്ന് കുഴച്ചെടുക്കാൻ ശ്രമിക്കുക. ഓക്കെ, ഈ പരുവത്തിനൊന്ന് കുഴച്ചെടുക്കാം. നമുക്ക് ഉണ്ട ഉരുട്ടാൻ പരുവത്തിന് ഇത് കിട്ടുന്ന രീതിയിൽ മാവ് ചേർത്ത് കൊടുത്താൽ ഇതേപോലാണ് കുഴച്ചെടുക്കേണ്ടത്. ഇനി ഇത് നമുക്കൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഫില്ലിങ് തയ്യാറാക്കാം. അതിനായിട്ട് ഞാനിവിടെ 1/2 കപ്പ് ചിരുകിയ തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഇനി നമുക്ക് 1/4 കപ്പ് ശർക്കരപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി 1/4 ടീസ്പൂണോളം ഏലക്കാപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഓക്കെ, ഇത്തരത്തിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് നമ്മുടെ കുഴച്ച് വെച്ചിരിക്കുന്ന മാവിനകത്തുനിന്ന് ഒരു പോർഷൻ ഇതുപോലെ എടുത്തിട്ട് ഉണ്ട ഉരുട്ടിയിട്ട് നടുക്കായിട്ട് ഇതുപോലൊരു ഹോള് വരുന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാം. അതിനുശേഷം അതിലേക്ക് നമ്മൾ നേരത്തെ ചെയ്തു വെച്ചിരിക്കുന്ന ഫില്ലിങ് 1 ടീസ്പൂൺ ഇതിനകത്തോട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അത് എല്ലാം ഒന്ന് കവർ ചെയ്യുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് റൗണ്ട് ഷേപ്പിൽ ഇതുപോലൊന്ന് ഉണ്ട ഉരുട്ടിയെടുക്കാം. നമ്മൾ കുഴക്കട്ട ഉണ്ടാക്കുന്ന പരുവത്തിന് നമുക്കിത് ഷേപ്പ് ചെയ്തെടുക്കാം. ഓക്കെ, അങ്ങനെ ഞാനിതെല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ആവിയിൽ വെച്ച് പുഴുങ്ങിയെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ആവിയിൽ നിങ്ങൾ ഒരു 10-15 മിനിറ്റോളം ഹൈ ഫ്ലെയിമിൽ വേവിച്ചാൽ തന്നെ ഇത് വെന്ത് വരുന്നതായിരിക്കും. കാരണം വെച്ചാൽ നമ്മൾ ഏത്തയ്ക്കെല്ലാം പുഴുങ്ങിയതാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ആ ഒരു ഗോതമ്പ് പൊടി ഒന്ന് വെന്ത് വരാനുള്ള ആ ടൈം മാത്രമേ നമുക്ക് ആവശ്യമായിട്ടുള്ളൂ. അതുകൊണ്ട് ആവി വെച്ച് ഒരു 15 മിനിറ്റോളം ഹൈ ഫ്ലെയിമിൽ വേവിച്ചാൽ തന്നെ ഇത് വെന്ത് വരുന്നതായിരിക്കും. ഓക്കെ, ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്ന അടിപൊളി ഒരു 4 മണി പലഹാരമാണിത്. അതുപോലെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡിഷും കൂടാണിത്. അപ്പോൾ കുട്ടികൾക്കൊക്കെ എന്തുവായാലും ഇഷ്ടപ്പെടും. കാരണം എന്ന് വെച്ചാൽ മധുരമല്ലേ, ഏത്തക്കകത്ത് ഓൾറെഡി നല്ല മധുരമുള്ള ഏത്തക്കയായിരുന്നു. പിന്നീട് നമ്മൾ ശർക്കര എല്ലാം കൂടെ ചേർത്തത് കൊണ്ട് തന്നെ അപ്പോൾ നല്ല മധുരമുള്ള ഒരു പലഹാരമാണിത്. അപ്പോൾ എന്തായാലും കുട്ടികൾക്ക് ഇത് ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് താഴെ കമൻ്റ് ആയിട്ടൊന്ന് രേഖപ്പെടുത്തിയേക്കണേ. അപ്പോൾ ഇത്തരത്തിലുള്ള പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാതായിരിക്കും. ബൈ ബൈ.